ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫോർത്ത് സെമസ്റ്റർ ലിറ്റററി ക്രിറ്റിസിസത്തിലെ മൊഡ്യൂൾ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ മൊഡ്യൂൾ 1 ലോഞ്ചിനെസിൻ്റെ ഭാഗം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആകും. അപ്പോൾ അതിലെ ലാസ്റ്റ് വീഡിയോ ആണിത്. ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോയിലും പറയുന്ന കാര്യമാണിത്. എങ്കിൽ കൂടി ഒന്നുകൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലോഞ്ചിനസ് എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു എന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഏതൊരു കാലഘട്ടത്തിലാണ് ജീവിച്ചത്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അൺനോൺ ആണ്, അറിവിലില്ല. പക്ഷേ ഫേമസ് ട്രീറ്റി ആയിട്ടുള്ള ഓൺ ദ സബ്ലീൻ എന്ന് പറയുന്ന ഫേമസ് ട്രീറ്റീസ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഒരു വർക്ക് എഴുതിയത് ലോഞ്ചിനസ് തന്നെയാണോ എന്നും കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു വർക്ക് എഴുതിയത് AD ഫസ്റ്റ് സെഞ്ച്വറിയിലാണെന്നും എഴുതിയിട്ടുള്ളതൊരു ഗ്രീക്ക് റെട്ടോറിഷ്യനാണ് എന്നുള്ള കാര്യത്തിൽ കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ ലോഞ്ചിനസ് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ലോഞ്ചിനസ് ഓൺ ദ സബ്ലീം എന്നാണ് ഈ ഒരു ട്രീറ്റീസിൻ്റെ പേര്. അത് എഴുതിയിട്ടുള്ളത് റിട്ടൺ ഇൻ ഗ്രീക്ക് ആണ് ആൻഡ് അഡ്രസ്ഡ് ലൈക്ക് ഹൊറേസ് ആർട്സ് പോയട്രിക്ക. ഹൊറേസിൻ്റെ ആർട്ട് ഓഫ് പോയട്രി, ആർട്സ് പോയട്രിക്ക എന്ന് പറയുന്ന വർക്കിന് അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഈ ഒരു വർക്ക് അത് എഴുതിയിട്ടുള്ളത് പോസ്റ്റുമസ് തെരൻഷ്യാനസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. ആ ഒരു വ്യക്തിയും ആരാണ് എന്നുള്ള ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇല്ല. പക്ഷേ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്ന സമയത്ത് അതിൻ്റെ 1/3 മിസ്സിങ് ആയിരുന്നു. പക്ഷേ ആ ഒരു റിമൈനിങ് ആയിട്ടുള്ള പാർട്ടിൽ കൂടെ തന്നെ നോക്കുകയാണെങ്കിൽ അരിസ്റ്റോട്ടിലിൻ്റെ അതേ ഒരു ലോജിക്ക് അല്ലെങ്കിൽ അരിസ്റ്റോട്ടിലിൻ്റെ ജഡ്ജ്മെൻറ്റുകളുടെ പെനട്രേഷൻ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അതിനോട് ചേർത്ത് വെച്ച് കൊണ്ടാണ് ഈ ഒരു വർക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ലോഞ്ചിനസ് പറഞ്ഞിട്ടുള്ളത് സബ്ലിമിറ്റി വേണം, ഒരു ലിറ്ററേച്ചർ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സബ്ലിമിറ്റി വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സബ്ലിമിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് ഉദാത്തമായ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ലോഞ്ചിനസിൻ്റെ എറയുടെ അതിന് മുൻപ് ഉണ്ടായിരുന്ന ടൈമിലൊക്കെ ഒരു പോയിട്രി ആണെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ടു ഇൻസ്ട്രക്റ്റ് അല്ലെങ്കിൽ ടു ഡിലൈറ്റ് ആണ്. അല്ലെങ്കിൽ ഒന്നുകിൽ പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു പ്ലഷറിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും ചെയ്യുന്ന ഒന്നായിരിക്കണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി പ്രോസ് ആണെങ്കിൽ പെർസ്വേഡ് ചെയ്യലാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലോഞ്ചിനസ് ഈ ഒരു 3 കാര്യവും വേണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഹി ഡിസ്കവേർഡ് ദാറ്റ് ദ മാസ്റ്റർ പീസസ് ഓഫ് ഗ്രീക്ക് ക്ലാസിക്കൽ ലിറ്ററേച്ചർ, ദ എപ്പിക്സ് ഓഫ് ഹോമർ, ദ ലിറിക്സ് ഓഫ് സാഫോ ആൻഡ് പിൻഡാർ, ദ ട്രാജഡീസ് ഓഫ് Aeschylus and Sophocles, the orations of Demosthenes, while they no doubt did all these, were great for a different reason altogether, their sublimity. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഹോമറിൻ്റെ എപ്പിക്കുകൾ, ഹോമറിൻ്റെ ഇലിയഡ് അല്ലെങ്കിൽ ഹോമറിൻ്റെ ഒഡീസി, ലിറിക്സ് ഓഫ് സാഫോ ആൻഡ് പിൻഡാർ, പിന്നെ ഈസ്കിലസിൻ്റെയും സോഫോക്കിൾസിൻ്റെയും ട്രാജഡി, പിന്നെ ഒറേഷൻസ് ഓഫ് ഡെമോസ്തനീസ്, ഈ പറഞ്ഞ എപ്പിക്കുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഫേമസ് വർക്കുകളൊക്കെ ഈ ഒരു 3 കാര്യങ്ങളും ഇൻസ്ട്രക്റ്റ് ചെയ്യുക, ഡിലൈറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെർസ്വേഡ് ചെയ്യുക, ഈ പറഞ്ഞ 3 കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. പക്ഷേ വെർ ഗ്രേറ്റ് ഫോർ എ ഡിഫറെൻറ്റ് റീസൺ ഓൾ ടുഗദർ ദർ സബ്ലിമിറ്റി. പക്ഷേ ഈ പറഞ്ഞ വർക്കുകളൊക്കെ ഒന്നുകൂടി ഗ്രേറ്റ് ആവാനുള്ള കാരണം പറഞ്ഞാൽ വേറൊരു റീസൺ ആണ്. അതാണ് സബ്ലിമിറ്റി എന്നാണ് ലോഞ്ചിനസ് പറഞ്ഞിട്ടുള്ളത്. സബ്ലിമിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റ് ഇൻ എ സെർട്ടൈൻ ഡിസ്റ്റിങ്ഷൻ ആൻഡ് കൺസമ്മേറ്റ് എക്സലൻസ് ഇൻ എക്സ്പ്രഷൻ. ഒരു സെർട്ടൈൻ ഡിസ്റ്റിങ്ഷനിൽ പൂർണ്ണതയുള്ള എക്സലൻസ് ഇൻ എക്സ്പ്രഷൻ, എക്സ്പ്രസ് ചെയ്യുന്നതിലും എക്സലൻസ് ആയിട്ടുള്ള ഒന്നാണ് സബ്ലിമിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷനാണ്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹം പറയുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദ എഫക്റ്റ് ഓഫ് എ ലോഫ്റ്റി പാസേജ് ഈസ് നോട്ട് ടു കൺവിൻസ് ദ റീസൺ ഓഫ് എ റീഡർ ബട്ട് ടു ട്രാൻസ്പോർട്ട് ഹിം ഔട്ട് ഓഫ് ഹിംസെൽഫ്, കാസ്റ്റിംഗ് എ സ്പെൽ ഓൺ ഹിം. ഒരു നല്ല ലോഫ്റ്റി ആയിട്ടുള്ള ഒരു ഉന്നതമായിട്ടുള്ളൊരു പാസേജ്, പാസേജിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പാസേജിൽ പറയുന്ന കാര്യങ്ങൾ ആ വായിക്കുന്ന വ്യക്തിയെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതല്ല, പക്ഷേ അദ്ദേഹം ചിന്തിച്ചിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് ഔട്ട് ഓഫ് ഹിംസെൽഫ്, അതിൽ നിന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു നല്ല പാസേജിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാസ്റ്റിംഗ് എ സ്പെൽ ഓൺ ഹിം, അയാളുടെ മേലൊരു സ്പെല്ല് കാസ്റ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ട്രാൻസ്പോർട്ട് ഓർ മൂവ് ദ റീഡർ ടു ecstasy that marks the irresistible magic of speech which Longinus calls the sublime. ആ ഒരു പാസേജ് വായിക്കുന്ന വ്യക്തിക്ക് ആ ഒരു വ്യക്തിനെ
ട്രാൻസ്പോർട്ട് ചെയ്യാനോ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ആ ഒരു കപ്പാസിറ്റി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ദ റീഡർ ടു എക്സസി എന്ന് പറഞ്ഞാൽ പരമാനന്ദം, അതിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിനുണ്ടായിരിക്കണം. ദാറ്റ് മാർക്സ് ദ ഇറസിസ്റ്റിബിൾ മാജിക് ഓഫ് സ്പീച്ച് വിച്ച് ലോഞ്ചിനസ് കാൾസ് ദ സബ്ലീം. അങ്ങനെ ആ ഒരു കപ്പാസിറ്റിയാണ് അതിൻ്റെ ആ ഒരു സ്പീച്ചിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വർക്കിൻ്റെ ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള, നമുക്ക് എന്താ പറയുക, പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മാജിക്കാണ് അത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെയാണ് ഈ ഒരു ലോഞ്ചിനെസ് സബ്ലീം എന്ന് വിളിക്കുന്നത്. അതായത് അത് വായിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രത്യേക തരം വളരെയധികം ഹാപ്പി ആയിട്ടുള്ള പരമാനന്ദം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അത്രയും ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ഫീല് കൊണ്ടുവരണം. ആ ഒരു ഫീല് അത് വായിക്കുന്ന ഏതൊരാൾക്കും കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു വർക്കായിരിക്കണം. അതാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിലുള്ള കഴിവുണ്ടെങ്കിൽ ആ ഒരു കഴിവിനെയാണ് സബ്ലീം എന്നാണ് പറയുന്നത്. ഇഫ് ദ റീഡർ ഈസ് സ്പെൽബൗണ്ട് ബൈ വാട്ട് the writer says, so that he can neither think nor feel except what the writer thinks or feels, the work has the quality of the sublime. ഒന്നുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, അത് വായിക്കുന്ന വ്യക്തിക്ക് ആ ഒരു റൈറ്റർ പറയുന്ന കാര്യമല്ലാതെ വേറൊന്നും ചിന്തിക്കാനോ ഫീൽ ചെയ്യാനോ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു വർക്കിന് സബ്ലീം ക്വാളിറ്റി ഉണ്ട് എന്നാണ് ലോഞ്ചിനസ് പറയുന്നുള്ളത്. ഇഫ് ദ റീഡർ ഈസ് സ്പെൽ ബൗണ്ട് ബൈ വാട്ട് the writer says, so that he can neither think nor feel except what the writer thinks or feels, the work has the quality of the sublime. ഒരു റൈറ്റർ, ആ ഒരു പാസേജ് എഴുതിയിട്ടുള്ള റൈറ്റർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അയാൾ ഫീൽ ചെയ്ത ഒരു കാര്യമില്ലാതെ വേറൊന്നും അത് വായിക്കുന്ന റീഡർക്കും ചിന്തിക്കാനോ ഫീൽ ചെയ്യാനോ സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി ആ ഒരു പാസേജിനുണ്ടെങ്കിൽ, ഒരു വർക്കിനുണ്ടെങ്കിൽ, അതിനെയാണ് സബ്ലീം ക്വാളിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ലോഞ്ചിനെസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൈറ്ററിൻ്റെ രീതിയിൽ ചിന്തിക്കുക അല്ലെങ്കിൽ അതിന് ഇത്ര ഓവറായിട്ടുള്ള ഇമോഷൻ ഉണ്ടാക്കുക, അത് നല്ല ഒരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും ലോഞ്ചിനെസ്സിന് ട്രബിൾ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത്, ടു ബി പെർസ്വേഡഡ് ഓർ ഡിലൈറ്റഡ് റിക്വയർസ് ദ വില്ലിംഗ് കോർപ്പറേഷൻ ഓഫ് ദ റീഡർ, വെറാസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ സബ്ലീം ആക്ട് ഓൺ ദ ഹിയറർ ഓർ റീഡർ വിത്ത് ആൻ ഇറസിസ്റ്റബിൾ മൈറ്റ് വെദർ ദ പേഴ്സൺ വിൽസ് ഓർ നോട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് കേൾക്കുകയാണെങ്കിൽ ആ സമയത്ത് അത് കേട്ടിട്ട് നമ്മൾ പെർസ്വേഡ് ആവണോ അല്ലെങ്കിൽ ഡിലൈറ്റഡ് ആവണോ എന്നുള്ള കാര്യം അത് വായിക്കുന്ന ആളുടെ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്, അയാൾ അതിന് വില്ലിങ് ആണെങ്കിൽ മാത്രമാണ് അത് നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു ഇൻഫ്ലുവൻസ് ഓഫ് ദ സബ്ലീം, നമ്മൾ പറഞ്ഞ ഈ ഒരു സബ്ലീമിറ്റിയുടെ ഇൻഫ്ലുവൻസ് അത് കേൾക്കുന്ന ആൾ അല്ലെങ്കിൽ വായിക്കുന്ന ആളുകളിൽ ഒരു ഇറസിസ്റ്റബിൾ, പ്രതിരോധിക്കാൻ പറ്റാത്ത അത്രയും രീതിയിൽ ഉണ്ടാവുന്നത് ആ ഒരു പേഴ്സൺ അതിനെ അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓവറായിട്ട് ഇമോഷണൽ കൊണ്ടുവരുന്നത് ബാഡായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ലോഞ്ചിനെസ് പറഞ്ഞത് അങ്ങനെ അത് നമ്മളെ അത്രയും ഇൻഫ്ലുവൻസ്, ആ ഒരു വർക്കിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മളെ മേലുണ്ടാവണം എന്നുണ്ടെങ്കിൽ അതൊരു വായിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ കേൾക്കുന്ന വ്യക്തിയുടെ വില്ല് കൂടി അവിടെ ഉണ്ടാവണം. അയാൾ കൂടി അതിനെ അനുവദിച്ചാൽ മാത്രമേ ആ ഒരു കാര്യം നടക്കുള്ളൂ. അല്ലാതെ ആ ഒരു വാക്ക് അത്രയും ഇതായിട്ട് മാത്രം കാര്യമില്ല എന്നാണ് ലോഞ്ചിനെസ് പറയുന്നത്. ഒരു സബ്ലിമിറ്റി ഉള്ള ഒരു വർക്കാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ കമ്പല്ലിംഗ് ആണ്. ഒരാളെ അങ്ങനെ ചെയ്യാൻ ആ ഒരു റീഡർ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കാനോ ഒക്കെ പ്രേരിപ്പിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വെൻ ഇറ്റ് ഈസ് സബ്ലീം ഓർ ട്രൂലി ലോഫ്റ്റി ദാറ്റ് ഇറ്റ് നോട്ട് ഓൺലി പ്ലീസസ് ബട്ട് എക്സൈറ്റ്സ്, മൂവ്സ്, ട്രാൻസ്പോർട്ട്സ് ആൻഡ് എലവേറ്റ്സ്. ആ ഒരു സമയത്ത് അങ്ങനെ ഒരു സബ്ലിമിറ്റി ഉള്ള ഒരു വർക്കാണെങ്കിൽ അതിൻ്റെ ഒരു കമ്പല്ലിംഗ് പവർ കൊണ്ട് ആളുകളെ എക്സൈറ്റ് ചെയ്യിക്കുകയും മൂവ് ചെയ്യിക്കുകയും ട്രാൻസ്പോർട്ട് ചെയ്യിക്കുകയും ദെൻ എലവേറ്റ് ചെയ്യിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു വർക്ക് ഒരു തവണ വായിക്കുമ്പോൾ മാത്രമല്ല അങ്ങനെ ഉണ്ടാവുന്നത്, വായിക്കുക അല്ലെങ്കിൽ ഒരു തവണ കേൾക്കുമ്പോൾ മാത്രമല്ല അങ്ങനെ ഉണ്ടാവുന്നത്. നമ്മൾ ഓരോ തവണ വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ തവണ കേൾക്കുമ്പോഴും അതേ ഒരു സെയിം ഫീലിംഗ് തന്നെ ഉണ്ടാവണം. അപ്പോഴാണ് യഥാർത്ഥ സബ്ലീമായിട്ട് അത് മാറുന്നത്. ഇനി സബ്ലീമിൻ്റെ സോഴ്സുകൾ എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് നോക്കാം. ബോത്ത് നേച്ചർ ആൻഡ് ആർട്ട്, സെയ്സ് ലോഞ്ചിനസ്, കോൺട്രിബ്യൂട്ട് ടു ദ സബ്ലിമിറ്റി ഇൻ ലിറ്ററേച്ചർ. നേച്ചറും ആർട്ടും, നേച്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു എഴുതുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ റൈറ്ററിൻ്റെ നേച്ചറും പിന്നെ അയാളുടെ ആർട്ടിലുള്ള കഴിവും, ഇത് രണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് സബ്ലിമിറ്റി ഉണ്ടാവുന്നത് എന്നാണ് ലോഞ്ചിനസ് പറയുന്നത്. പക്ഷേ ചില ആളുകൾ പറഞ്ഞു സബ്ലീം എന്ന് പറഞ്ഞാൽ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ടാലൻ്റ് ആണ് ആൻഡ് കനോട്ട് ബി അക്വയർഡ് ബൈ ടീച്ചിങ്. ഒരാൾ പഠിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില അവർ വിശ്വസിച്ചിരുന്നു. ലോഞ്ചിനസ് പറഞ്ഞത് ആർട്ട് ഈസ് പെർഫെക്റ്റ് വെൻ ഇറ്റ് സീംസ് ടു ബി നേച്ചർ ആൻഡ് നേച്ചർ ഹിറ്റ്സ് ദ മാർക്ക് വെൻ ഷീ കണ്ടെയ്ൻസ് ആർട്ട് വിത്ത് ഹെർ. ആർട്ട് പെർഫെക്റ്റ് ആയിട്ട് മാറുന്നത് അതൊരു നേച്ചർ ആവുമ്പോഴാണ്. അതുപോലെ തന്നെ ആ ഒരു നേച്ചർ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മാറുന്നത് എപ്പോഴാണ്, അതിൻ്റെ ഉള്ളിൽ ആർട്ട് ഹിഡൻ ചെയ്ത് വെച്ചിരിക്കുമ്പോഴാണ് എന്നാണ്
ലോഞ്ചിനസ് പറഞ്ഞത്. വിത്ത് ദിസ് ആസ് ഇസ് പ്രിമൈസ് ലോഞ്ചിനസ് ഫൈൻഡ്സ് 5 പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് ദ സബ്ലിം. ഇത് യൂസ് ചെയ്തിട്ട് ഈ ഒരു കാര്യത്തിൻ്റെ ബേസിൽ അദ്ദേഹം പറയുന്നത് സബ്ലിമിറ്റിക്ക് 5 സോഴ്സുകൾ ഉണ്ട് എന്നാണ്. അതിൽ ദ ഫസ്റ്റ് 2 ഓഫ് വിച്ച് ആർ ലാർജ്ലി ദ ഗിഫ്റ്റസ് ഓഫ് നേച്ചർ ആൻഡ് ദ റിമൈനിങ് 3 ഗിഫ്റ്റസ് ഓഫ് ആർട്ട്. ഫസ്റ്റ് 2 എണ്ണം നേച്ചറിൻ്റെ ഗിഫ്റ്റുകളായിട്ട്, അതായത് ഒരു വ്യക്തിയുടെ ആ ഒരു വർക്ക് ചെയ്യുന്ന വ്യക്തിയുടെ നാച്ചുറിൻ്റെ ഗിഫ്റ്റായിട്ടാണ് കണക്കാക്കുന്നത്. ബാക്കി റിമൈനിങ് 3 വരുന്നത് ഗിഫ്റ്റ്സ് ഓഫ് ആർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഏതാണ്? ഗ്രാൻഡർ ഓഫ് തോട്ട്, സെക്കൻഡ് കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ, തേർഡ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഫിഗേഴ്സ്, ഫോർത്ത് വൺ നോബിലിറ്റി ഓഫ് ഡിക്ഷൻ ആൻഡ് ഫിഫ്ത്ത് വൺ ഡിഗ്നിറ്റി ഓഫ് കമ്പോസിഷൻ. ഈ ഒരു 5 എണ്ണമാണ് സോഴ്സസ് ഓഫ് ദ സബ്ലീം എന്ന് ലോഞ്ചിനസ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വണ്ണ് ഗ്രാൻഡർ ഓഫ് തോട്ട്. ഗ്രാൻഡർ ഓഫ് തോട്ടിൽ അദ്ദേഹം എന്താ പറയുന്നത് എന്ന് വെച്ചാൽ സബ്ലിമിറ്റി ഈസ് ദ എക്കോ ഓഫ് ഗ്രേറ്റ്നെസ് ഓഫ് സോള്. ആ ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ ഗ്രേറ്റ്നെസ്, എത്രത്തോളം നല്ലൊരു മഹത്വമുള്ള വ്യക്തിയാണെങ്കിൽ അതിൻ്റെ എക്കോ ആണ് ആ ഒരു സബ്ലിമിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സബ്ലിമിറ്റി ഈസ് ദ എക്കോ ഓഫ് ഗ്രേറ്റ്നെസ് ഓഫ് സോള്. സ്റ്റേറ്റ്ലി തോട്ട്സ് ബിലോങ് ടു ദ ലോഫ്റ്റിയസ്റ്റ് മൈൻഡ്. ഏറ്റവും ഉന്നതമായിട്ടുള്ള മനസ്സുള്ള ആളുകളിലായിരിക്കും അതിനനുസരിച്ചുള്ള നല്ല നല്ല തോട്ടുകൾ ഉണ്ടായിരിക്കുക. ദീസ് തോട്ട്സ് ആർ ഇന്നേറ്റ് a natural condition of the writer's mind and heart, but they can also be acquired by dwelling constantly on whatever is noble and sublime and by emulating the example of great masters. അദ്ദേഹം പറയുന്നത് ഈ ഒരു തോട്ട്സ് ഇന്നേറ്റ് ആയിട്ടുള്ള തോട്ടാണ്. അതുപോലെ തന്നെ ആ ഒരു റൈറ്ററുടെ മൈൻഡിൻ്റെയും ഹാർട്ടിൻ്റെയും ഒരു നാച്ചുറൽ കണ്ടീഷനാണ്. അതായത് നല്ല വ്യക്തികളിൽ നിന്നായിരിക്കും കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവുക, നല്ല നല്ല വർക്കുകൾ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്ന വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ടായിരിക്കുക നല്ല മനസ്സുള്ളവരിൽ നിന്നാണ്. അല്ലെങ്കിൽ അവരുടെ സോള് നല്ല സോളായിരിക്കണം, ആത്മാവ് നല്ല ആത്മാവായിരിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ദേ ക്യാൻ ഓൾസോ ബി അക്വയർഡ്. അത് നമുക്ക് നേടിയെടുക്കാനും പറ്റും. എങ്ങനെ നേടിയെടുക്കുക എന്ന് വെച്ചാൽ കൂടുതൽ നോബിളായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ സബ്ലീമായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ പോവുക. അതിനെ ബേസ് ചെയ്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എക്സാമ്പിൾ ഓഫ് ഗ്രേറ്റ് മാസ്റ്റേഴ്സ്, വലിയ വലിയ ഗ്രേറ്റ് മാസ്റ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളും നമ്മളുടെ ചിന്തകളും നമ്മളുടെ മൈൻഡിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിൽ നിന്നും നല്ല നല്ല വർക്കുകൾ ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഗ്രാൻഡർ ഓഫ് തോട്ട് എന്നുള്ളതിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ലിറ്ററേച്ചർ ദാറ്റ് ടേക്സ് സച്ച് ഹോൾഡ് ഓൺ അസ് ഹാസ് ആൻ എലവേറ്റിംഗ് എഫക്റ്റ് ബോത്ത് മോറലി ആർട്ടിസ്റ്റിക്കലി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലിറ്ററേച്ചർ ആണെങ്കിൽ നമ്മളിൽ അത് മോറലായിട്ടും അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക്കലായിട്ടും, മോറലായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റലക്റ്റിനെ ബാധിക്കുന്ന രീതിയിൽ നല്ല നല്ല തോട്ടുകളൊക്കെ ഉണ്ടാക്കി തരുന്ന രീതിയിലായിരിക്കും. ആൻഡ് ആർട്ടിസ്റ്റിക്കലി എന്ന് പറയുമ്പോൾ പ്ലഷർ, അതിൽ നിന്നൊരു പ്രത്യേകതരം ഹാപ്പിനെസ് കിട്ടും കാണുമ്പോൾ. നല്ല ഒരു ബുക്ക് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നല്ലൊരു പെയിൻറ്റിങ് കാണുമ്പോഴോ, അങ്ങനെ എന്ത് തരം ആയിക്കോട്ടെ, നല്ലൊരു ഡ്രാമ കാണുമ്പോഴോ നമ്മളെ മോറലായിട്ടും എഫക്റ്റ് ചെയ്യും, നല്ല ആർട്ടിസ്റ്റിക്കായിട്ടും എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് നല്ല ചിന്തകൾ അല്ലെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന നല്ല മോറലി നല്ല ആളുകളാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് വരുന്ന വർക്കുകളും അതേ ഒരു മോറൽ ക്വാളിറ്റി തന്നെ നമ്മളിലും ഫീൽ ചെയ്യിപ്പിക്കും. അതേ ഒരു ചിന്ത നമ്മളിൽ ഉണർത്തുകയും ചെയ്യും. അതുപോലെ തന്നെ അത് എഫക്റ്റ് ഉണ്ടാക്കുന്നത് മോറലി മാത്രമല്ല ആർട്ടിസ്റ്റിക്കലി നമ്മളിൽ എഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു നല്ല രീതിയിലുള്ള ആർട്ടിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ജന്മന അങ്ങനെ ഉണ്ടാവുന്നവരും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നോബിളായിട്ടുള്ള അല്ലെങ്കിൽ സബ്ലീമായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ പോവുക. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മളെ മൈൻഡിനെ വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റ് മാസ്റ്റേഴ്സിനെ എക്സാമ്പിളായിട്ട് കണക്കാക്കിയിട്ട് അവരെ ഫോളോ ചെയ്തിട്ട് നമ്മളെ മൈൻഡും ഹാർട്ടും ഡെവലപ്പ് ചെയ്യുക. ആ ഒരു രീതിയിൽ കൂടി നമുക്ക് നമ്മളുടെ മൈൻഡിൽ നല്ല തോട്ടുകൾ ലോഫ്റ്റിയസ്റ്റ് മൈൻഡായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു വർക്കിലും അത്തരത്തിലുള്ള ആളുകളുടെ വർക്കിലും നല്ലൊരു ഗ്രാൻഡർ ഓഫ് തോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് അദ്ദേഹം ഗ്രാൻഡർ ഓഫ് തോട്ട് എന്നുള്ളതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷനാണ്. ഈ ഒരു ഭാഗത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഭാഗം മിസ്സായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് 1/3 ഓഫ് ദ പോർഷൻ മിസ്സിങ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കിൻ്റെ. അപ്പോൾ ആ ഒരു മിസ്സിങ് ആയിട്ടുള്ള ഭാഗത്താണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിൽ കൂടി ഒരു വർക്കിൽ അവിടെയും ഇവിടെയുള്ള സ്കാറ്റേർഡ് റിമാർക്സ് കാരണം ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് ഹി അഫേംസ് ദാറ്റ് ദ ട്രൂ ഇമോഷൻ ഇൻ ദ റൈറ്റ് പ്ലേസ് ഇൻസ്പയർസ് ദ പോയം വിത്ത് എ വൈൽഡ് ഗസ്റ്റ് ഓഫ് മാഡ് എന്തൂസിയാസം ആൻഡ് ഡിവൈൻ ഫ്രൻസി. കൃത്യമായിട്ട് ഉള്ള സ്ഥലത്ത് കൃത്യമായിട്ടുള്ള ഇമോഷൻ കാണിക്കുമ്പോൾ അത് നമുക്കൊരു പ്രത്യേക തരം മാഡായിട്ടുള്ള എന്തൂസിയാസമാണ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അനാവശ്യമായിട്ട് ഓരോ ഇമോഷൻ കാണിക്കുന്നതിന് പകരം കൃത്യമായിട്ടുള്ള സിറ്റുവേഷൻസിൽ
അതിനനുസരിച്ച് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമോഷൻ കാണിക്കുക. ട്രൂ ഇമോഷൻ ഇൻ ദ റൈറ്റ് പ്ലേസ്. അങ്ങനെ ആക്കുമ്പോൾ അതൊരു ഇൻസ്പയർസ് ദ പോയിറ്റ് വിത്ത് എ വൈൽഡ് ഗസ്റ്റ് ഓഫ് മാഡ് എന്തൂസിയാസം ആൻഡ് ട്രൂ ആൻഡ് ഡിവൈൻ ഫ്രൻസി. അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാത്താർട്ടിക് എഫക്റ്റ് ആയിരുന്നു. അതായത് ഓവറായിട്ട് ഇമോഷൻ വരുമ്പോൾ നമുക്ക് നമ്മളെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു വർക്കിൻ്റെ എസ്തെറ്റിക് ആയിട്ടുള്ള കൺസിഡറേഷനേക്കാൾ കൂടുതൽ അദ്ദേഹം കണക്കാക്കിയിരുന്നത് മോറലായിട്ട് എത്രത്തോളം എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ലോഞ്ചിനെസ് വാല്യൂസ് ദം പ്രൈമറിലി ഫോർ ആസ്തെറ്റിക് ട്രാൻസ്പോർട്ട് ദേ കോസ്. അതായത് ഒരു വർക്കിൻ്റെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പ്ലഷർ അതിനാണ്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സൗന്ദര്യം അതിനാണ് അദ്ദേഹം കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഈ ഒരു കാര്യത്തിൽ അരിസ്റ്റോട്ടിലിനെക്കാട്ടിലും കൂടുതലായിട്ട് ആർട്ടിസ്റ്റിക് എക്സ്പ്ലനേഷൻ ഓഫ് ദ ഇമോഷണൽ അപ്പീൽ ഓഫ് ലിറ്ററേച്ചർ അത് നൽകിയിട്ടുള്ളത് ലോഞ്ചിനസ് ആയിരുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ്, അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഫിഗേഴ്സ് എന്നതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഫിഗർ ഓഫ് സ്പീച്ചുകളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രീറ്റീസിൽ, ആ ഒരു വർക്കിൽ 1/3 ഭാഗം അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫിഗർ ഓഫ് സ്പീച്ചിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒറേറ്ററിയെ കുറിച്ചുള്ള പ്രൈമറി കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഹാപ്പി ഓർ അൺഹാപ്പി യൂസ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച് മേക്ക് ഓൾ ദ ഡിഫറൻസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഹാപ്പി ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ അൺഹാപ്പി ആയിട്ടുള്ളതാണോ എന്നുള്ളത് മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. ബട്ട് ഈ കൺസിഡേഴ്സ് ദം ചീഫ്ലി ഫോർ ദ പാർട്ട് ദേ പ്ലേ ഇൻ പ്രൊഡ്യൂസിങ് ഗ്രാൻഡർ. ആ ഒരു വർക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആർട്ടിൻ്റെ അതിൻ്റെ ഗ്രാൻഡർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ആ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, ഹാപ്പി ആയിക്കോട്ടെ അൺഹാപ്പി ആയിക്കോട്ടെ, അതിൽ ആ ഒരു ഫിഗർ ഓഫ് സ്പീച്ച്, ആ ഒരു ആർട്ടിൻ്റെ ഗ്രാൻഡർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ആ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് എന്ത് പങ്ക് വഹിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനാണ് അദ്ദേഹം വാല്യൂ കൊടുത്തിരുന്നത്. ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഓർണമെൻ്റൽ സേക്കിന് വേണ്ടിയിട്ട്, അതായത് അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ബട്ട് തിങ്സ് ദാറ്റ് ഇൻട്രൊഡ്യൂസ് ആൻ എലമെൻറ്റ് ഓഫ് സ്ട്രേഞ്ചർനെസ് ഇൻ ടു വാട്ട് വൺ സ്പീക്സ് ഓർ ഹിയേഴ്സ് എവറി ഡേ. നമ്മളൊരു ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി കേൾക്കുന്ന അല്ലെങ്കിൽ ഡെയിലി സംസാരിക്കുന്ന കാര്യങ്ങളിൽ പോലും ഒരു പ്രത്യേകതരം എലമെൻറ്റ് ഓഫ് സ്ട്രേഞ്ച്നെസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഫിഗർ ഓഫ് സ്പീച്ചിന് സാധിക്കും. അതുപോലെ തന്നെ ഒരു പ്ലസൻറ്റ് സർപ്രൈസ് ഉണ്ടാക്കിയെടുക്കാനും ഫിഗർ ഓഫ് സ്പീച്ചിന് സാധിക്കും. ഇതിൽ നോട്ട് ചെയ്യാനുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എ ഫിഗർ ദെയർഫോർ ഈസ് എഫക്റ്റീവ് ഓൺലി വെൻ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ഡിസ്ഗൈസ്. നമ്മളതിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് കാണിക്കുമ്പോൾ, ഡിസ്ഗൈസായിട്ട് കാണിക്കുമ്പോൾ മാത്രമാണ് ഒരു ഫിഗർ ഓഫ് സ്പീച്ച് എഫക്റ്റീവായിട്ട് മാറുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം പറയുകയാണ് സബ്ലിമിറ്റ് ഉണ്ടാക്കുന്ന ചീഫ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ്, ദെൻ അസിൻഡറ്റോൺ, ഹൈപ്പർബാറ്റൺ ആൻഡ് പെരിഫ്രൈസിസ്. റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ക്വസ്റ്റ്യൻ ഫോമാണ് ദാറ്റ് സജസ്റ്റ് ഇറ്റ്സ് ഓൺ ആൻസർ. അതിൻ്റെ ആൻസർ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എ റാപ്പിഡ് സക്സഷൻ ഓഫ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, തുടർച്ചയായിട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ രൂപത്തിൽ വരുന്നതിനെയാണ് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുക. ഒന്നിൽക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ അതിൻ്റെ ആൻസർ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഇങ്ങനെ അടുപ്പിച്ച് വരുന്നത്, അതിനാണ് റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുക. അതിനുള്ള എക്സാമ്പിളാണ് ജൂലിയസ് സീസർ ആക്ട് 3 സെക്ഷൻ 2 വരുന്ന ഹൂ ഈസ് ഹിയർ സോ ബേസ് ദാറ്റ് വുഡ് ബി എ ബോണ്ട് മാൻ. അതിൻ്റെ ആൻസർ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. എംപ്ലോയിഡ് ആൻസർ എന്ന് പറഞ്ഞാൽ നൺ എന്നാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്ക് ഉത്തരം അതിൻ്റെ ആൻസർ അത് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇനി അസിൻഡറ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ സ്പീച്ച് ഇൻ വിച്ച് വേർഡ്സ് ഓർ ക്ലോസസ് വിച്ച് ഷുഡ് ബി ഓർഡിനറിലി കണക്റ്റഡ് ബൈ കൺജക്ഷൻസ് ആർ ലെഫ്റ്റ് അൺകണക്റ്റഡ്. ക്ലോസുകൾ തമ്മിൽ കൺജക്ഷൻ കോർഡിനേറ്റീവ് കൺജക്ഷനൊക്കെ യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടായിരിക്കും സാധാരണ രീതിയിൽ കാണിക്കുക. പക്ഷെ അങ്ങനെ കണക്ട് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ള സ്പീച്ചുകളാണ് അസിൻഡറ്റോൺ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഈ ഒരു കോട്ട് നോക്കുക, ഐ കെയിം, ഐ സോ, ഐ കൺകേർഡ്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോർഡിനേറ്റീവ് കൺജക്ഷൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, വെറും കോമ യൂസ് ചെയ്തിട്ട് മാത്രമാണ് അതിനെങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്, പല ക്ലോസുകളായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് അസിൻഡറ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വെർ ദ റാപ്പിഡ് ഫ്ലോ ഓഫ് ദ അൺകണക്റ്റഡ് വേർബ് സജസ്റ്റ് ദ എക്സൈറ്റഡ് മൂഡ് ഇൻ വിച്ച് ദേ ആർ അട്ടേർഡ് ആൻഡ് വിച്ച് ഈസ് ലൈക്ലി ടു ഇൻഡ്യൂസ് ദ സെയിം മൂഡ് ഇൻ ദ ഹിയറർ ഓർ ദ റീഡർ. അങ്ങനെ അൺകണക്റ്റഡ് വേർബ്സ് ഇങ്ങനെ കൊടുത്തത് കാരണം അതിലുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ആ ഒരു എഴുതിയ ആൾ ഉദ്ദേശിച്ച ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ വായിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഹൈപ്പർ ബാറ്റൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മൾ പറയുന്ന ആ ഒരു പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അതിനൊരു ഓരോ സെൻറ്റൻസ് ഓർഡർ ഉണ്ടായിരിക്കും. അത് ഓർഡർ മാറിയിട്ട് പറയുക. പക്ഷേ എങ്കിൽ കൂടി
ആ ഒരു കറക്റ്റ് ഓർഡറിൽ പറയുന്ന അതിനേക്കാൾ ഒന്നുകൂടി നല്ല എഫക്റ്റ് ഒരു ഓർഡർ മാറിയിട്ട് പറയുമ്പോൾ ഉണ്ടായിരിക്കും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിലെ ഒരു 2 സെൻറ്റൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓ ഹൊറർ 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 ടങ് നോർ ഹേർട്ട് കനോട്ട് കൺസീവ് നോർ നെയിം ദീ. ഈ ഒരു സെൻറ്റൻസിൽ ടങ് എന്നുള്ളതിൻ്റെ സബ്ജക്റ്റായിട്ട് വരേണ്ടത് ശരിക്കും നെയിമാണ്. അതുപോലെ തന്നെ ഹേർട്ടിൻ്റെ സബ്ജക്റ്റായിട്ട് വരേണ്ടത് കൺസീവാണ്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ് വന്നിട്ടുള്ളത്. ഇതവിടെ ഈ ഒരു ഡയലോഗ് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിൽ മാക്ഡഫ് ഡങ്കനെ ഉറങ്ങുന്ന സമയത്ത് ഡങ്കനെ കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഡങ്കൻ മരിച്ചെടുക്കുന്ന സീനാണ് കാണുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു ടെൻഷനിൽ ആ ഒരു ഹൊററിൽ അദ്ദേഹം സാധാരണ പറയേണ്ട രീതിയിൽ നിന്നും പേടി കാരണം അയാളുടെ ആ ഒരു ബിവൈൽഡർമെൻറ്റ് കാരണം ഓർഡർ മാറിയിട്ട് പറയുകയാണ്. എങ്കിൽ കൂടി ആ ഒരു ഓർഡർ മാറി പറഞ്ഞത് കാരണം അയാൾക്കുണ്ടായിട്ടുള്ള ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫീലിംഗ് ആ ഒരു റീഡർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഓർഡർ മാറിയിട്ട് നോർമൽ ഓർഡറിൽ നിന്ന് മാറിയിട്ട് പറയുകയാണെങ്കിൽ കൂടി അത് കറക്റ്റായിട്ട് സ്യൂട്ടബിൾ ആവുകയും ചെയ്യും. അതേ ഒരു സെയിം ഫീലിംഗ് തന്നെ വായനക്കാരിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അതിനെയാണ് ഈ ഒരു അസിൻഡറ്റോൺ എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് പെരിഫ്രേസിസ്. പെരിഫ്രേസിസ് എന്ന് പറഞ്ഞാൽ വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയുക എന്നൊക്കെ പറയില്ല, അതിനാണ് പെരിഫ്രേസിസ് എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വുമൺ എന്നോ അല്ലെങ്കിൽ ഫീമെയിൽ എന്നോ പറയുന്നതിന് പകരം ഫെയർ സെക്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഒരു വൈഫിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നതിന് പകരം ബെറ്റർ ഹാഫ്, സോൾമേറ്റ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യും. ഒരു ലിറ്റററി വർക്കിലാണെങ്കിൽ അതിനൊരു എക്സാമ്പിൾ അദ്ദേഹം തന്നിട്ടുള്ളത് ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോയിൽ നിന്നാണ്. ഒഥല്ലോയിൽ നിന്ന് ഡെസ്ഡമോണനെ ഒഥല്ലോ വോർ എന്ന് വിളിക്കുന്നുണ്ട്. വോർ എന്ന് പറഞ്ഞാൽ ഒരു ബാഡ് മീനിങ് ഉള്ള വേർഡാണ്. അതിനെക്കുറിച്ച് എമീലിയയും ഡെസ്ഡമോണ്ടയും കൂടിയിട്ട് ഇയാഗോനോട് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. എമീലി അത് പറയുമ്പോൾ ഒഥല്ലോ അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് സെയിം വേർഡായിട്ടുള്ള വോർ തന്നെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡെസ്ഡമോണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മോഡസ്റ്റി ആയിട്ടുള്ള ഒരു സ്വഭാവം കാരണം അത്രയും വൾഗറായിട്ടുള്ള ഒരു വേർഡ് അവൾ പ്രൊനൗൺസ് ചെയ്യുന്നില്ല, പകരം വളച്ചൊടിച്ചിട്ട് ആ ഒരു കാര്യം പറയും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഡെസ്ഡമോണ്ട ഇയാഗോനോട് ചോദിക്കുകയാണ്, ഏം ഐ ദാറ്റ് നെയിം ഇയാഗോ, ഞാൻ ആ ഒരു പേരാണോ ഇയാഗോ, അതായത് ആ ഒരു കാര്യമാണോ ഞാനെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാഗോ ചോദിക്കും ഏതൊരു പേരാണ്, വാട്ട് നെയിം ഫെയർ ലേഡി എന്ന് ചോദിക്കും. അപ്പോൾ ഡെസ്ഡമോണ്ട പറയും സച്ച് ആസ് ഷീ സേസ് മൈ ലോഡ് ഡിഡ് സേ ഐ വാസ്, അവൾ പറഞ്ഞില്ലേ എൻ്റെ ലോഡ് ഇങ്ങനെ പറഞ്ഞു എന്ന്, ആ ഒരു നെയിമാണോ ഞാൻ എന്നാണ് അവൾ ചോദിക്കുന്നത്, ഡെസ്ഡമോണ്ട ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വോർ എന്ന് പറയുന്ന ആ ഒരു നെയിം ഇവിടെ പറയേണ്ടി വന്നില്ല, പക്ഷേ വളച്ചൊടിച്ചിട്ട് കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ പെരിഫ്രേസിസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചുകളൊക്കെ ഒരു എഫക്റ്റീവ് സബ്ലിമിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പക്ഷേ ബട്ട് വൺസ് അഗെയിൻ ദേ ആർ ബെസ്റ്റ് യൂസ്ഡ് വെൻ ദേ സീം ടു അറൈസ് നാച്ചുറലി ഫ്രം ദ കോണ്ടെക്സ്റ്റ്. അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു നാച്ചുറലായിട്ട് വരുന്നതാണ് എന്ന് തോന്നണം, എന്നാലേ കാര്യമുള്ളൂ എന്നാണ് ഇവിടെ ലോഞ്ചിനസ് പറയുന്നത്. ഇനി ഫോർത്ത് വൺ നോബിലിറ്റി ഓഫ് ഡിക്ഷൻ ആണ്. ഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുകളാണ്. അപ്പോൾ ഡിക്ഷൻ കംപ്രൈസ് ദ പ്രോപ്പർ ചോയ്സ് ഓഫ് വേർഡ്സ് വെൻ സ്യൂട്ടബിൾ ആൻഡ് സ്ട്രൈക്കിംഗ്. ലോഞ്ചിനസ് സേ ഹാവ് എ മൂവിങ് ആൻഡ് സെഡക്റ്റീവ് എഫക്റ്റ്. കറക്റ്റായിട്ടുള്ള സിറ്റുവേഷൻ അനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു മൂവിങ് ആൻഡ് സെഡക്റ്റീവ് എഫക്റ്റ്. സെഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ വശീകരിക്കാൻ കഴിവുള്ള ശക്തിയുള്ളതായിട്ട് വാക്കുകൾ മാറാറുണ്ട്. അപ്പോൺ ദ റീഡർ ആൻഡ് ആർ ദ ഫസ്റ്റ് തിങ്സ് ഇൻ സ്റ്റൈൽ ടു ലെൻഡ് ഇറ്റ് ഗ്രാൻഡർ. ആ ഒരു വായിക്കുന്ന വ്യക്തിയിൽ അങ്ങനെ ഒരു വശീകരണ ശക്തി ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ ആ ഒരു ലാംഗ്വേജിന് അത് എഴുതിയിട്ടുള്ള സ്റ്റൈലിന് ഒരു ഗ്രാൻഡർ ഉണ്ടാക്കി കൊടുക്കാനും, ഗ്രാൻഡർ, ബ്യൂട്ടി, മെല്ലോനസ്, ഡിഗ്നിറ്റി, ഫോഴ്സ്, പവർ ആൻഡ് എ സോർട്ട് ഓഫ് ഗിയറിംഗ് ചാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ളവയാണ് വാക്കുകൾ. ഇനി ഇതിൽ അദ്ദേഹം ഓർണമെൻറ്റ്സ് ഓഫ് സ്പീച്ച് ആയിട്ട് കണക്കാക്കുന്നത് മെറ്റഫറും ഹൈപ്പർബലിയുമാണ്. അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റഫർ യൂസ് ചെയ്യുമ്പോൾ നോ മോർ ദാൻ ടു അറ്റ് എ ടൈം, ഒരേ സമയത്ത് 2ൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഒരു റെറ്റോറിക്കൽ ഒരു ഇമ്പോർട്ടൻറ്റ് റൂളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോഞ്ചിനസ് ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് മെറ്റഫേഴ്സ് ബ്രിങ് ദ ലാംഗ്വേജ് ഓഫ് പാഷൻ ആൻഡ് നോ റൈറ്റർ വെൻ ഹീസ് ഇംപാഷൻഡ് ഹാസ് ടൈം ടു കൗണ്ട് ദ നമ്പർ ഓഫ് മെറ്റഫേഴ്സ് ഹീ ഈസ് യൂസിങ്. മെറ്റഫേഴ്സ് ഒരു ലാംഗ്വേജ് ഓഫ് പാഷനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എഴുതുന്ന ആ ഒരു റൈറ്റർക്ക് അയാൾ എത്ര മെറ്റഫർ യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് എണ്ണി നോക്കാനുള്ള പാഷനൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വായിക്കുന്ന ആൾക്കും ആ ഒരു അതിൻ്റെ ഇമോഷനിൽ ക്യാരിഡ് അവേ ചെയ്തിട്ടുള്ള അതിൻ്റെ ഇമോഷനിൽ മുങ്ങിയിട്ടുള്ള ആ ഒരു റീഡറും ഒരിക്കലും ഇതിലെത്ര മെറ്റഫർ ഉണ്ട് എന്നൊന്നും എണ്ണി നോക്കാനായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് നമ്പറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അല്ല. നേരത്തെ പറഞ്ഞ അതേ ഒരു കാര്യം തന്നെ അദ്ദേഹം ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഹി സേസ് ദാറ്റ് ഹൈപ്പർബലി ഷുഡ് ബി നാച്ചുറൽ ഔട്ട്കം ഓഫ് ഇമോഷൻ ആൻഡ് ദാറ്റ് ലൈക്ക് ഓൾ ഗ്രേറ്റ് ആർട്ട് ഇറ്റ് ഷുഡ് അപ്പിയർ ഇൻ ഡിസ്ഗൈസ്. ഒരു നാച്ചുറൽ ഔട്ട്കം ഓഫ് ഇമോഷനായിട്ട് അത് തോന്നണം, അതുപോലെ തന്നെ ഡിസ്ഗൈസിലായിരിക്കണം നമ്മളതിനെ യൂസ് ചെയ്യേണ്ടത്.
അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഓൾസോ ലെൻസ് ഡിസ്റ്റിങ്ഷൻ ടു സ്റ്റൈൽ. ആ ഒരു വ്യക്തിയുടെ സ്റ്റൈലിന് അതൊരു പ്രത്യേക തരം ഡിസ്റ്റിങ്ഷൻ നൽകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിൻ്റാണ് ഡിഗ്നിറ്റി ഓഫ് കമ്പോസിഷൻ. ഡിഗ്നിറ്റി ഓഫ് കമ്പോസിഷൻ എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അറേഞ്ച്മെൻറ്റ് ഓഫ് വേർഡ്സ് ആണ്. നമ്മൾ ആ ഒരു വർക്കിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ കറക്റ്റായിട്ട് അതിൻ്റെ തോട്ട്, ഇമോഷൻ, ഫിഗേഴ്സ്, ദെൻ ആ ഒരു വാക്കുകൾ, വേർഡ്സ് ദംസെൽഫ്, അതൊക്കെ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒന്നായിരിക്കണം. അതുപോലെ തന്നെ നേരത്തെ ഇതിന് മുന്നോടിയായിട്ട് നമ്മൾ പറഞ്ഞ 4 എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഗ്രാൻഡർ ഓഫ് തോട്ട്, കപ്പാസിറ്റി ഓഫ് സ്ട്രോങ് ഇമോഷൻ, അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഫിഗേഴ്സ് ആൻഡ് നോബിലിറ്റി ഓഫ് ഡിക്ഷൻ. ഈ ഒരു 4 എലമെൻറ്റ്സിനെയും സബ്ലിമിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ഒന്നായിരിക്കണം ഡിഗ്നിറ്റി ഓഫ് കമ്പോസിഷൻ. ശരിക്കും കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതിലെ ഓർഡറാണ്. നമ്മൾ ഓരോന്നും യൂസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഒരു വർക്കിൽ യൂസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഓർഡറിനെയാണ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റിനെയാണ് കമ്പോസിഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാതും ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ, മിക്സ് ആവുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കണം. എന്നിട്ട് മിക്സായിട്ട് അത് കറക്റ്റായിട്ട് ഒന്നായിട്ട് ഒരു ഹാർമോണിയസ് ഹോളായിട്ട് മാറണം. അത്തരത്തിലൊരു അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ അതിനെ ആ ഒരു വായിക്കുന്ന റീഡറെ പെർസ്വേഡ് ചെയ്യാനും പിന്നെ അയാൾക്ക് പ്ലഷർ കൊടുക്കാനും മാത്രമല്ല അത് വായിക്കുന്ന വ്യക്തികളുടെ ഹാർട്ടിനെയും സോളിനെയും വരെ ഇളക്കാനായിട്ടുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അത് കേൾക്കുന്ന ഒരു ഹിയറർ ആയിക്കോട്ടെ, അത് വായിക്കുന്ന ഒരു റീഡർ ആയിക്കോട്ടെ, ആ ഒരു വ്യക്തിക്ക് അത് എഴുതിയിട്ടുള്ള റൈറ്ററിൻ്റെ അതേ ഒരു ഇമോഷൻ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. But if the elements of grandeur be separated from one another, the sublimity is scattered and made to vanish. But when organized into a compact system and still further encircled in a chain of harmony, they gain a living voice by being merely rounded into a period. പക്ഷെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ ഒന്നും തമ്മിലൊരു കണക്ഷൻ ഇല്ല, സെപ്പറേറ്റഡ് ഫ്രം വൺ അനദർ ആണെങ്കിൽ അവിടെ സബ്ലിമിറ്റി ഇല്ല. സബ്ലിമിറ്റി സ്കേറ്റേഡ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മെയ്ഡ് ടു വാനിഷ്, ഇല്ലാണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിനെ നമ്മൾ വീണ്ടും ഒരു കോമ്പാക്റ്റ് സിസ്റ്റമായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ചെയിൻ ഓഫ് ഹാർമണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് ഒരു ലിവിങ് വോയിസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ എ ഹാർമോണിയസ് കമ്പോസിഷൻ അലോങ് സംടൈംസ് മേക്സ് അപ്പ് ഫോർ ദ ഡെഫിഷ്യൻസി ഓഫ് അതർ എലമെൻറ്റ്സ്. നമ്മൾ യൂസ് ചെയ്ത എല്ലാ ഒരു കാര്യങ്ങളും തമ്മിലൊരു ഹാർമോണിയസ് കമ്പോസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു വർക്കിന് വേറെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതുകൂടി ഇത് മേക്കപ്പ് ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല ഒരു ഹാർമോണിയസ് കമ്പോസിഷൻ ആണ് എങ്കിൽ. അദ്ദേഹം പറയുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല കമ്പോസിഷൻ ആണെങ്കിൽ ആ ഒരു വർക്കിന് വേറെ എന്തൊരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും അതിനൊക്കെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ഗുഡ് കമ്പോസിഷന് കഴിയും. അതുപോലെ തന്നെ ഒരു ബാഡ് ആയിട്ടുള്ള കമ്പോസിഷൻ ആണെങ്കിലോ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഫക്റ്റാണ് ഉണ്ടാക്കുക എന്നാണ് ലോഞ്ചിനെസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ലോഞ്ചിനെസിൻ്റെ ഭാഗം. ഇതോടുകൂടിയിട്ട് മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്.